അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് തന്നെ മോണിറ്റൈസേഷൻ പോളിസീസിനുള്ളിൽ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്ന ഒരു ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി ചേഞ്ചിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്, യൂട്യൂബിൽ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസ് ചെയ്യാം. ഇനി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും മോണിറ്റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് നൽകിയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. രണ്ട് രീതിയിൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആണ്. അതേപോലെ ഷോർട്ട് വീഡിയോ വെച്ചാണ് നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺ വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ക്രൈറ്റീരിയ. സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ വഴികൾ നോക്കാമോ ആ വഴികളിലൂടെ എല്ലാം യൂട്യൂബേഴ്സ് പോകും. അങ്ങനെയാണ് ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപാട് പോളിസീസ് ഉണ്ട്. നമ്മൾ ഈ പോളിസീസ് എല്ലാം ഫോളോ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൽ വാച്ച് അവർ കൗണ്ട് ചെയ്യുമ്പോൾ പ്രൈവറ്റ് വീഡിയോകളുടെ കൗണ്ട് ചെയ്യത്തില്ല, അൺലിസ്റ്റഡ് വീഡിയോയുടെ കൗണ്ട് ചെയ്യത്തില്ല. ലൈവ് സ്ട്രീം നടത്തിയിട്ട് അത് പബ്ലിക് ആക്കാത്ത ലൈവ് സ്ട്രീം ആണെങ്കിൽ അതിന്റെ വാച്ച് അവർ കൗണ്ട് ചെയ്യത്തില്ല. ഡിലീറ്റഡ് വീഡിയോകളുടെ വാച്ച് ടൈം എടുക്കത്തില്ല. അതേപോലെ തന്നെ ആഡ് റൺ ചെയ്തിട്ട് വരുന്ന വ്യൂവിലെ വാച്ച് ടൈം എടുക്കത്തില്ല. യൂട്യൂബ് ഷോർട്സിന്റെ വാച്ച് ടൈം എടുക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ഈ വാച്ച് ടൈം വെച്ചുള്ള മോണിറ്റൈസേഷനിലെ ക്രൈറ്റീരിയ. അപ്പം വാച്ച് ടൈം വെച്ച് ലോങ് വീഡിയോസിന്റെ ത്രൂ മോണിറ്റൈസ് ചെയ്യുന്നവർക്കല്ല പ്രശ്നം വരാനായിട്ട് പോകുന്നത്. ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് യൂട്യൂബ് അപ്ഡേറ്റ് കൊടുത്തിരുന്നത് നമ്മളിടുന്ന പോസ്റ്റുകളൊക്കെ ഇനി നേരെ യൂട്യൂബിന്റെ ഷോർട്ട് ഫീൽഡിലേക്ക് പോകും. അവിടെ നിന്ന് കൂടുതൽ റീച്ചും റെക്കമെൻഡേഷനും വ്യൂ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണ്. ഒരുപാട് പേര് അങ്ങനെ നല്ല റീച്ചും റെക്കമെൻഡേഷനും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ആ ഒരു പരിപാടിയിലൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഫോട്ടോസ് ഡെയിലി അപ്ലോഡ് ചെയ്ത് വ്യൂ വന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഷോർട്ട് ഫീൽഡിലേക്ക് പോകുന്നു, അതിൻ്റെ വ്യൂ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ചെയ്യാമെന്ന് കരുതി ആ പരിപാടി ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്തോ യൂട്യൂബ് അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഇനിയും അങ്ങനെയുള്ള പോസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന വ്യൂ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയയിൽ കൗണ്ട് ചെയ്യത്തില്ല. നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് നമ്മളിടുന്ന വീഡിയോ ഷോർട്സിൽ നിന്നുള്ള വ്യൂ മാത്രമേ കൗണ്ട് ചെയ്യൂ. അതായത് ഫോട്ടോസ് ഇനി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീൽഡിൽ പോയിട്ട് ഇഷ്ടം പോലെ മില്യൻസ് വ്യൂ ഉണ്ടായാലും ആ വ്യൂസ് ഒന്നും തന്നെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് കൗണ്ട് ചെയ്തില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വ്യൂ ഉണ്ടാക്കുകയോ വ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാഡ് ന്യൂസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇപ്പം മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പോസ്റ്റുകളിൽ നിന്നുള്ള വ്യൂ നമുക്കിനി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ഒരു രീതിയിലും പ്രയോജനം ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.